സ്നേഹിതാവായ ദൈവമേ, ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, എൻ്റെ ബുദ്ധിയുടെ, ചിന്തയുടെ, നാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവെ, എന്നെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവെ, എന്നെ ശക്തിപ്പെടുത്തുകയും കർത്താവെ വചനം പ്രഘോഷിക്കുവാൻ എന്നെ ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് കർത്താവെ അങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമീൻ. ഇന്ന് ക്രിസ്തു ഉത്ഥാനം ചെയ്തതിന് ശേഷം ശിഷ്യന്മാരെ കണ്ടുമുട്ടുന്നു. പ്രേക്ഷിത ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ക്രിസ്തു മരിച്ചു. ഉത്ഥിതനായ ക്രിസ്തു 40 ദിവസം ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. ആ 40 ദിവസം ശിഷ്യന്മാരെ പഠിപ്പിച്ചതിന് ശേഷം ക്രിസ്തു സ്വർഗാരോഹണത്തിന് മുൻപ് പ്രേക്ഷിത ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നു. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ദൗത്യം നൽകുന്നുണ്ട്. തന്നോട് കൂടെ ആയിരിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ, രോഗികളെ സുഖപ്പെടുത്തുവാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനുമായിട്ടാണ് യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. ഈ 12 ശിഷ്യന്മാരും യേശു ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ യേശു ചെല്ലുന്നതിന് മുമ്പ് പല പട്ടണങ്ങളിലെങ്കിലും പോയി സുവിശേഷം അറിയിച്ചു. പിന്നീട് യേശു 70 പേരെ തിരഞ്ഞെടുക്കുന്നു. അവരെ 2 പേരുടെ ഗ്രൂപ്പുകളായി വിവിധ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും സുവിശേഷം അറിയിക്കാൻ വേണ്ടി അവരെയും അയക്കുന്നു. അങ്ങനെ അവർ സുവിശേഷം അറിയിക്കുന്നു, സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നു, യേശുവിൽ നിന്ന് മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, യേശുവിന് സാക്ഷ്യം വഹിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞെങ്കിലും യേശു മരിച്ചു. കല്ലറയിൽ അടക്കിയതിനു ശേഷം അവരുടെ വിശ്വാസം ചോർന്നു. അതുകൊണ്ട് തന്നെ ഉത്ഥിതനായ ക്രിസ്തു 40 ദിവസങ്ങൾ ശിഷ്യന്മാരെ വീണ്ടും പഠിപ്പിച്ചു. മോശ 40 ദിവസം സീനായി മലയുടെ മുകളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് കൽപ്പനകളും നിയമങ്ങളും വാങ്ങിയതുപോലെ, അല്ലെങ്കിൽ യേശു തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പൈശാചിക പരീക്ഷണങ്ങളെ അതിജീവിച്ചത് നമുക്കറിയാം. ഇവിടെയും യേശു 40 ദിവസം 3.5 വർഷക്കാലം തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ശിഷ്യന്മാരെ വീണ്ടും മിഷണറി പ്രവർത്തനങ്ങളുടെ ബാലപാഠം അവരെ വീണ്ടും പഠിപ്പിക്കുന്നു. ആ പഠിപ്പിച്ച് അവസാനം സ്വർഗാരോഹണത്തിന് മുൻപായിട്ട് യേശു നൽകുന്ന ചില ചുമതലകളും കൽപ്പനകളും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 27-ാമത്തെ അധ്യായത്തിൽ 16 മുതലുള്ള തിരുവാക്യങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. ഇതിന്റെ ടൈറ്റിൽ കാണുന്നത് തന്നെ പ്രേക്ഷിത ദൗത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലിയിലെ മലയിലേക്ക് പോയി. ഇപ്പൊ ഗലീലി പ്രദേശത്ത് നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രം വായിക്കുന്ന സമയം നമുക്കറിയാം, ഗലീലി, യൂദയ, സമാരിയ എന്ന കുറിച്ചൊക്കെയുള്ള പദപ്രയോഗങ്ങൾ എപ്പോഴും കാണാറുണ്ട്. ഗലീലിയിലുള്ള മലയിലേക്ക് യേശുവും 11 ശിഷ്യന്മാരും പോകുന്നു. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. യേശുവിനെ മലയിൽ വെച്ച് ശിഷ്യന്മാർ ആരാധിക്കുന്നു. എന്നാൽ ചിലർ സംശയിച്ചു. ചിലർക്ക് അപ്പോഴും സംശയമായിരുന്നു. തോമസിന്റെ സംശയത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു. അങ്ങനെ യേശുവിനെ ആരാധിക്കുന്നുണ്ട്, എങ്കിലും ഉള്ളിൽ ചില സംശയങ്ങളുമായിട്ട് നിൽക്കുന്ന ആളുകളുടെ മുൻപിൽ യേശു പറയുന്നു. 18-ാമത്തെ വാക്യം നമ്മളിങ്ങനെ പഠിക്കുന്നു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതിനു മുൻപ് പലപ്പോഴും യേശു പറയുമ്പോൾ ഇത് പിതാവിന് മാത്രമേ അറിയുള്ളൂ, യേശുവിൻ്റെ വലതുവശത്ത് ആരിക്കണം എന്ന് പിതാവിന് മാത്രമേ അറിയുള്ളൂ, പിതാവാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പലപ്പോഴും പറയുമായിരുന്നെങ്കിൽ, പക്ഷെ ഇപ്പോൾ പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരുന്നു. ആകയാൽ പോയി നിങ്ങൾ എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുക. ഇപ്പൊ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും പിതാവായ ദൈവം യേശുവിന് നൽകിയത് കൊണ്ട്
ആ അധികാരം ഉപയോഗിച്ച് യേശു ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും ശിക്ഷപ്പെടുത്തുകയും. സകല ജനതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദരല്ലാത്ത വിവിധ ജാതികളിൽപ്പെട്ടവരെയും മതങ്ങളിൽപ്പെട്ടവരെയും ഗോത്രത്തിൽപ്പെട്ടവരെയും സമുദായത്തിൽപ്പെട്ടവരെയും വിവിധ ദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെയും ഒക്കെയാണ് ഈ ജാതികൾ എന്ന് വിളിക്കുന്നത്. യഹൂദരല്ലാത്ത ഏകസത്യ ദൈവത്തെ ആരാധിക്കാത്ത മുഴുവൻ ആളുകളെയും ജാതികൾ എന്നാണ് ബൈബിൾ പരാമർശിക്കുന്നത്. അപ്പൊ ഈ വിവിധ ജാതികളിൽപ്പെട്ട ആളുകളെയൊക്കെ ശിക്ഷപ്പെടുത്തുവാൻ പറയുകയാണ്. സുവിശേഷം പ്രസംഗിക്കാനല്ല പറഞ്ഞത്. മുൻപ് അവരെ 12 പേരെയും 72 പേരെയൊക്കെ അയക്കുന്ന സമയത്ത് സുവിശേഷം അറിയിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനൊക്കെയാണ് അയച്ചെങ്കിൽ ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ അയക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ദ ഗ്രേറ്റ് കമ്മീഷൻ എന്നൊക്കെയാണ് സുവിശേഷ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ പറയുന്നു, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുക. സുവിശേഷം അറിയിക്കണം, അറിയിച്ച് അവരെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവര് പോയി സുവിശേഷം അറിയിക്കുന്നവരായി മാറും. 20ാമത്തെ വാക്യത്തിൽ പിന്നീട് നമ്മൾ കാണുന്നു, അങ്ങനെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും. യേശുവിനെ കുറിച്ച് പറയുന്നു, യേശുവിനെ അറിയിക്കുന്നു, യേശുവിൻ്റെ പ്രബോധനങ്ങൾ അറിയിക്കുക മാത്രമല്ല അവരെ ശിക്ഷപ്പെടുത്തുകയും അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും ചെയ്യണമെന്ന കൽപ്പന കൊടുക്കുകയാണ്. നമ്മൾ ഭൂമിയിലെ ഒരു അവസ്ഥയുമായിട്ടൊന്ന് ഇതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുക. അപ്പൻ മരണാസന്നനായി കിടക്കുന്ന സമയത്ത്, മരിക്കുമെന്ന് ഏകദേശം തീരുമാനമായി, എന്നാൽ ഓർമ്മയുള്ള സമയത്ത് സാധാരണഗതിയിൽ അന്ത്യനാളുകളിലേക്ക് അടുക്കുന്ന സമയത്ത് മക്കളെയൊക്കെ വിളിച്ച് ചില ഉപദേശങ്ങളൊക്കെ പറയും. അല്ലെങ്കിൽ സ്വത്ത് സംബന്ധമായ അല്ലെങ്കിൽ രേഖാപ്രകാരം രേഖപ്പെടുത്തുവാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിർദ്ദേശിക്കും. അപ്പനെ സ്നേഹിക്കുന്ന മക്കൾ അപ്പൻ നൽകുന്ന അന്തിമമായിട്ട് നൽകുന്ന ഉപദേശങ്ങൾ അനുസരിക്കും, അതിനുവേണ്ടി തീവ്രമായി പ്രവർത്തിക്കുകയും അത് വിജയത്തിലെത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. ഇവിടെ ഗുരുവായ അപ്പനായ യേശു ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ സകല ജനതകളെയും ശിക്ഷപ്പെടുത്തണം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകണം. ത്രിത്വത്തിൻ്റെ പേരിൽ ജ്ഞാനസ്നാനം നൽകണം. സ്നാപക യോഹന്നാൻ ജ്ഞാനസ്നാനം കൊടുത്തിരുന്നു, അത് പാപമോചനത്തിൻ്റെ ജ്ഞാനസ്നാനമായിരുന്നു. എന്നാൽ യേശു ഇവിടെ പഠിപ്പിക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകണം. സ്വാഭാവികമായിട്ടും ഇങ്ങനെ അല്ലാതെയും ജ്ഞാനസ്നാനം കൊടുക്കുമോ എന്ന് ചിലപ്പോഴെങ്കിലും ഒരു ചിന്തയുണ്ടാകും. ലോകരാജ്യങ്ങളിൽ ഇന്ന് പടർന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന യഹോവ സാക്ഷികൾ എന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം പറയുന്ന പരിശുദ്ധാത്മാവ് ഇല്ല എന്നാണ്. അവർ ജ്ഞാനസ്നാനം കൊടുക്കുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ പേരിലാണ് അവർ ജ്ഞാനസ്നാനം കൊടുക്കുന്നത്. ജ്ഞാനസ്നാന ശുശ്രൂഷയുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവിനെ കട്ട് ചെയ്തിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നിരാകരിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ക്രിസ്തീയ സഭാവിഭാഗങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, യഹോവ സാക്ഷികൾ എന്ന പേരെടുത്ത് പറഞ്ഞതിൻ്റെ കാരണം അവർ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഗ്രാസ് റൂട്ട് ലെവലിലൊക്കെ പ്രവർത്തിക്കാൻ ഒരുപാട് പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ പണമൊക്കെ കൊടുത്ത് അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിതാവായ ദൈവത്തെക്കുറിച്ച് മാത്രം പഠിപ്പിക്കുന്നു, യേശുവിനെ കുറിച്ച് ചിലപ്പോഴൊക്കെ പരാമർശിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇല്ല എന്ന തരത്തിൽ അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷെ യേശുവിൻ്റെ കൽപ്പന, നിർദ്ദേശം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുക എന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കും. അടുത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം. യേശു കൽപ്പനയായി നൽകിയതെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും, എന്താണ് യേശു നൽകിയ കൽപ്പനകൾ എന്താണ്? നമുക്ക് സാധാരണ രീതിയിൽ കൽപ്പനകൾ എന്ന് പറയുന്ന സമയത്ത് ദൈവം മോശയിലൂടെ നൽകിയ 10 കൽപ്പനകളെ കുറിച്ചാണ് ഓർമ്മ നമുക്ക് വരുന്നത്. യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ ആകത്തുകയാണ് മലയിലെ പ്രസംഗം അല്ലെങ്കിൽ അഷ്ടഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മോശയുടെ
കൽപ്പനകൾക്ക് വ്യാഖ്യാനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥങ്ങളും യേശു പഠിപ്പിക്കുന്നുണ്ട്. സമയത്തിൻ്റെ പരിമിതിയിൽ നിൽക്കാനുള്ളത് കൊണ്ട് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നതായിട്ടുള്ള ഒറ്റ കാര്യം മാത്രം പറയാം. നമ്മൾ കൽപ്പനകളിൽ വായിക്കുന്നു, വ്യഭിചാരം ചെയ്യരുത്, അല്ലെങ്കിൽ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. രണ്ടും ഏകദേശം ചേർന്ന് പോകുന്ന ആശയമാണ്. അതേസമയം യേശു പഠിപ്പിക്കുന്നു, യേശു പറയുന്നുണ്ട്, ഞാൻ നിയമത്തിൻ്റെ വള്ളിയോ പുള്ളിയോ നീക്കം ചെയ്യാനല്ല വന്നിരിക്കുന്നത്, നിയമത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് യേശു ലോകത്തിൽ അവതരിച്ചെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കൽപ്പനകളുടെ വ്യാഖ്യാനം നൽകുന്നുണ്ട്. ആ കൽപ്പനകളുടെ വ്യാഖ്യാനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യേശു പറയുന്നു, വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, യേശു കൽപ്പനകളൊക്കെ മനുഷ്യന് വളരെ അസഹ്യമായതുകൊണ്ട് അതിനെ ലഘൂകരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ലഘൂകരിക്കുകയല്ല ചെയ്തത്, ആഴമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. കാരണം പഴയ നിയമത്തിൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് പാപം ഉണ്ടായിരുന്നത്. കൽപ്പനകളുടെ ലംഘനമാണ് പാപം. കൽപ്പന ഒരു പ്രവൃത്തി വഴി ലംഘിക്കുന്നില്ലെങ്കിൽ പാപമില്ല, നിയമം അനുസരിക്കുന്നതുകൊണ്ട് നിത്യരക്ഷയുണ്ട് എന്നാണ് പഴയ നിയമകാലഘട്ടത്തിൽ ചിന്താഗതി. എന്നാൽ യേശു പറയുന്നു, ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ വ്യഭിചാരം എന്ന പാപം ചെയ്തു. പ്രവൃത്തിയിലൂടെയുള്ള പാപത്തെക്കുറിച്ചുള്ള ചിന്താഗതി നിലനിൽക്കുന്ന സമയത്ത് ചിന്തയിലൂടെ നടക്കുന്ന പാപങ്ങളെക്കുറിച്ചുള്ളൊരു അവബോധം യേശു ക്രിസ്തു നൽകുന്നു. അതുകൊണ്ട് തന്നെ പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുക. പല കൽപ്പനകളും യേശു കൊടുത്തിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ കൽപ്പന കൊടുക്കുന്നുണ്ട്. നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അപ്രകാരം തന്നെ നിങ്ങൾ അവരോട് പ്രവർത്തിക്കുവിൻ എന്നിങ്ങനെയുള്ള കൽപ്പനകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ക്രിസ്തു ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തു നൽകിയ അവസാനമായിട്ട് പറയുന്ന കൽപ്പനയെങ്കിലും, നിങ്ങൾ സകല ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുവിൻ എന്ന കൽപ്പനയെങ്കിലും അനുസരിക്കാനുള്ളൊരു ബാധ്യത വിശ്വാസിക്ക് ഉണ്ട്. മാത്രമല്ല പിന്നീട് തുറന്നു പറയാണ്, യുഗാന്തം വരെ എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യുഗാന്തം വരെ, അല്ലെങ്കിൽ യുഗങ്ങളുടെ അന്ത്യം വരെ, അല്ലെങ്കിൽ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് യേശു വാഗ്ദാനം ചെയ്തു. എന്താണ് ഈ യേശുവിൻ്റെ വാഗ്ദാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു ദൈവികമായ സാന്നിധ്യം യുഗാന്ത്യം വരെ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, 2 പേർ എൻ്റെ നാമത്തിൽ എവിടെ സമ്മേളിക്കുന്നവരുടെ മധ്യേ ഞാനുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നൽകുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ യേശു ഇവിടെ വാഗ്ദാനത്തോടു കൂടിയൊരു കൽപ്പന പറയുകയാണ്. എന്താണ് വാഗ്ദാനത്തോടു കൂടിയുള്ള കൽപ്പന? 1, എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുക. 2, ജ്ഞാനസ്നാനം നൽകുക. 3, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. ഈ 3 കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ യുഗാന്ത്യം വരെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ പലരും പറയാറുണ്ട്, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ഞാൻ എന്നും കുർബാനയ്ക്ക് പോയി, ഞാൻ ഇന്ന് ആരാധനയ്ക്ക് പോയി, ധ്യാനത്തിന് പോയി, കൈവപ്പ് മേടിച്ചു, ഇതൊക്കെ ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും സംഭവിക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. അങ്ങനെ തകർച്ചകളും പരാജയങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കഴിഞ്ഞിട്ട് പറയും, ക്രിസ്തു എന്നെ കൈവിട്ടു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ക്രിസ്തു പറയുന്നുണ്ട്, അല്ലെങ്കിൽ അന്ത്യ കൽപ്പനകൾ, സ്വർഗത്തിലേക്ക് മുൻപ് നടക്കുന്ന അന്തിമമായ ഉപദേശത്തിൽ പറയുന്നു, നിങ്ങൾ പോയി സകല ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവരെ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകും. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ യുഗാന്ത്യം വരെ ക്രിസ്തു നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്യും. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സാമീപ്യവും സാന്നിധ്യവും അറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ക്രിസ്തു നൽകിയ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുന്നില്ല എന്നാണ്. ഞാനിത് എടുത്തു പറയുന്നത്, ഈ നോമ്പ് കഴിഞ്ഞ് പെന്തക്കോസ്ത് തിരുനാളിന് ഈ ഒരുങ്ങുന്ന സമയത്ത് 4 സുവിശേഷങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ സമയത്ത് അവസാന അധ്യായങ്ങളിൽ
ഈ സുവിശേഷ വേല ചെയ്യുന്നതിനെ കുറിച്ചാണ് വളരെ തറപ്പിച്ചുകൊണ്ട് തന്നെ പഠിക്കുന്നത്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ വരുന്ന സമയത്തും ഇത് തന്നെയാണ് നമ്മൾ വീണ്ടും വായിക്കുന്നത്. ശിഷ്യഗണത്തിന് പ്രേക്ഷിത ദൗത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്കോസിന്റെ സുവിശേഷത്തിൽ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ശിഷ്യഗണത്തിന് പ്രേക്ഷിത ദൗത്യം നമ്മളിങ്ങനെ വായിക്കും. പിന്നീട് അവർ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. നേരത്തെ പറഞ്ഞു ഗലീലയിലുള്ള മലമുകളിൽ വെച്ചിട്ടുള്ള ഒരു അനുഭവത്തെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഉയർപ്പിക്കപ്പെട്ട ശേഷം തന്നെ കണ്ടവർ വിശ്വസിക്കാത്ത നിമിത്തം കൊണ്ട് വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ക്രിസ്തു മരിച്ചാൽ ഉയർക്കുമെന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. എന്നാൽ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം ക്രിസ്തുവിനെ കണ്ടിട്ടും ക്രിസ്തുവിനെ വിശ്വസിക്കാത്തത് മൂലം അവരെ ഹൃദയകാഠിന്യത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു സംസാരിക്കുന്നു. തുടർന്ന് നമ്മൾ വായിക്കുന്നു, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. വളരെ ആഴമായ ഒരു ആത്മീയ കാര്യമാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞു നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തണമെന്ന്. പക്ഷെ ഇവിടെ പറഞ്ഞു നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. സകല ജനതകളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല മനുഷ്യരോടും സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ്. പക്ഷെ ഇവിടെ മാർക്കോസിന്റെ സുവിശേഷത്തിൽ വരുന്ന സമയത്ത് ഈ സകല ജനതകൾ മാറി സകല സൃഷ്ടികളായി. ഇപ്പം ജനതകളും ഉൾപ്പെടുന്നു, അതല്ലാത്ത കാര്യങ്ങളും ഈ സൃഷ്ടികളിൽ പെടുന്നു. അപ്പൊ എന്താണ് ഈ സൃഷ്ടികളിൽ പെടുന്നത് എന്നൊന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ഈ പ്രകൃതിയിലുള്ള സകല വൃക്ഷങ്ങളും ചെടികളും പൂക്കളും കായകളും ഖനികളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ആ ഉൾപ്പെടുന്ന സകല സൃഷ്ടികളോട് സുവിശേഷം പറയുന്ന സമയത്ത് ആ സൃഷ്ടി സുവിശേഷം കേട്ട് രൂപാന്തരപ്പെടുന്നു, പരിണാമം സംഭവിക്കുകയും ചെയ്യും. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയാം. തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചിറ പഞ്ചായത്തിൽ കടലാശ്ശേരി എന്ന സ്ഥലത്ത് എനിക്കൊരു ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഫാക്ടറിയിൽ അവിടെ റോ മെറ്റീരിയൽ സൂക്ഷിക്കുന്ന അതിൻ്റെ സ്ഥലത്തിനടുത്ത് ഒരു ചെറിയൊരു മാവ് നിൽപ്പുണ്ടായിരുന്നു. ആ മാവിൽ മാങ്ങ ഉണ്ടാവുന്നില്ല. അപ്പോൾ റോ മെറ്റീരിയൽ കൊണ്ടുവരുന്ന ലോറികൾ പോകാനും കടന്നു വരാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ മരം മുറിച്ച് കളയണം എന്ന് അവിടുത്തെ സൂപ്പർവൈസേഴ്സും അവിടുത്തെ ജോലിക്കാരും ഡ്രൈവർമാരും ഒക്കെ എന്നെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ആ കോമ്പൗണ്ടിനകത്ത് ആകെ കൂടെ ഒരേ ഒരു മരമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ മരം മുറിച്ച് മാറ്റുവാനായിട്ട് എനിക്ക് ചെറിയ ഒരു പ്രയാസമുണ്ടായി. എന്തെങ്കിലും ഒരു മരം ഒരു 1.25 ഏക്കറോളം ഭൂമിയിൽ, ബാക്കി മുഴുവൻ ഫാക്ടറി ബിൽഡിങ്ങും ഷെഡുകളും ഒക്കെയാണ്, ഡ്രൈയിങ് യാർഡുകളും മറ്റു സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് ആകെ കൂടുതലും മരമുള്ള ആ മരം മുറിച്ച് മാറ്റാൻ ഒരു മരപ്രയാസം. അതുകൊണ്ടാണ് അത് മുറിക്കാതിരുന്നത്. പക്ഷെ അതിനൊരു മുറിച്ചു മാറ്റാൻ ന്യായീകരണം കണ്ടെത്തി. സാധാരണഗതിയിൽ 5 വർഷം 6 വർഷമൊക്കെ ആയ മാവ് കാക്കി. ഇത് 15 വർഷമായിട്ട് ഈ മാവുമേൽ മാങ്ങ ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലവിധ കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കുമായിരിക്കും. പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ കൊമ്പും ജില്ലയും റോ മെറ്റീരിയൽ ഡിപ്പോ ആയതുകൊണ്ട് അവിടെ ഇലകൾ വീഴാണ്ടിരിക്കാൻ എല്ലാ വർഷവും അതിൻ്റെ ട്രിം ചെയ്ത് കളയും. മരം മുറിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് എല്ലാ വർഷവും എൻ്റെ കൊമ്പും ജില്ലയും വെട്ടിക്കളയും. അതുകൊണ്ട് തന്നെ അതിന് മാങ്ങ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും ഈ സമ്മർദ്ദം സഹിക്കുക വയ്യാതിരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു ധ്യാനമൊക്കെ കൂടി വന്ന സമയമായിരുന്നു. ആ ധ്യാനത്തിൽ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞിട്ട് അന്ന് ക്ലാസ് എടുത്തിരുന്ന ഒരു സിസ്റ്റർ പറഞ്ഞു, അവരെ കോൺവെൻറ്റിലെ ഒരു മാവുണ്ടായിരുന്നു. ആ മാവിൽ മാങ്ങ ഉണ്ടാവാതിരുന്ന സമയത്ത് സിസ്റ്റർ ഈ മരത്തമ്മ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിന് ശേഷം ആ മരത്തിൽ മാങ്ങ ഉണ്ടായി എന്ന് അവർ ക്ലാസ് മധ്യേ സാക്ഷ്യം പോലെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രചോദനമായി. മാങ്ങയില്ലാത്തതുകൊണ്ട് മരം മുറിച്ച് കളയണമെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ധ്യാനമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഞാനും ഈ മരത്തിൻ്റെ അടുത്ത് നിന്ന് കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു, ഈ വർഷമെങ്കിലും മാങ്ങ ഉണ്ടാകണം. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനാണ് മാർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുവാക്യത്തിൽ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇതിന് മാങ്ങ ഉണ്ടാവണം. ഈ വർഷവും മാങ്ങ ഉണ്ടായില്ലെങ്കിൽ ക്രിസ്തു തന്നെ പറയുന്ന ഒരു അത്തിവൃക്ഷത്തിൻ്റെ ഒരു ഉപമ പറയുന്നുണ്ട്. മരം മുറിച്ച് മാറ്റാൻ പോകുന്ന സമയത്ത് അവിടെയുള്ള കൃഷിക്കാരൻ പറയുന്നുണ്ട്, ഒരു വർഷം കൂടെ ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ കടയൊക്കെ കുത്തിക്കളച്ച് വളമൊക്കെ ഇട്ടിട്ട് ഉണ്ടായില്ലെങ്കിൽ മരം മുറിച്ച് മാറ്റാം എന്ന് പറയുന്ന പോലെ ഈ വർഷം ഇതിൽ നിന്ന് ഫലമൊന്നും ഉണ്ടായില്ലെങ്കിൽ മുറിച്ച് മാറ്റാം
പക്ഷെ ഇതിന് മാങ്ങ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഓർക്കുന്ന സമയത്ത് എല്ലാ ദിവസമൊന്നും പ്രാർത്ഥിക്കാറില്ല. ഓർക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഈ ചിന്ത കടന്നു വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ മരം മുറിക്കണം എന്ന് വാശി പിടിച്ചിരുന്ന നാരായണൻ എന്നൊക്കെ പറഞ്ഞ തൊഴിലാളികളുണ്ട്. അവരെ കാണുമ്പോഴൊക്കെ ഈ മരത്തെ ഓർമ്മ വരികയും ഈ മരത്തിൽ ഫലങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഈ സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുക എന്ന മാർക്കോസിന്റെ സുവിശേഷത്തിന് 16-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുവാക്യം വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. എന്തായാലും ദൈവം പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി. അടുത്ത വർഷം ആ മാവിൽ ധാരാളം മാങ്ങ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞ മനുഷ്യരോട് മാത്രമല്ല സുവിശേഷം പ്രസംഗിക്കുന്നത്, മാവിനോട് പ്രസംഗിച്ചാലും മാവ് അനുസരിക്കും. ഞാനിത് ഈ കാര്യങ്ങൾ പിന്നീട് 1-2 സ്ഥലങ്ങളിൽ ഒരു അനുഭവം പോലെ പറയുകയുണ്ട്. ആ പറയുന്ന സമയത്താണ് ഇതിലും വലിയ സാക്ഷ്യങ്ങൾ പലപ്പോഴും കേൾക്കാനുണ്ടായത്. അട്ടപ്പാടിയിലെ ധ്യാനത്തിന് പോയ സമയത്ത് സേവ്യർ ഖാൻ മഠായച്ചൻ പറഞ്ഞ ഒരു സാക്ഷ്യം ഇതോടൊന്നിച്ച് കൂട്ടി വായിക്കാവുന്നതാണ്. അദ്ദേഹം ഇതേ തിരുവചനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൻ്റെ പിൻഭാഗത്ത് റൂഹാൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഭൂമിയൊക്കെ വാങ്ങി അച്ഛൻ അവിടെ ഒരു കുടിലൊക്കെ കെട്ടിയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും കൂട്ടം കൂട്ടമായിട്ട് ആന ഇറങ്ങി വരും. മാത്രമല്ല, ആന ഇറങ്ങി വന്നു കഴിഞ്ഞ് പലപ്പോഴും വാഴയും മരങ്ങളെയൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പ്രേക്ഷിതരായിട്ടുള്ള ആളുകൾക്ക് മരം നശിപ്പിക്കപ്പെട്ടതിനെ ഓർത്ത് വേവലാതിയില്ല. പക്ഷെ അച്ഛൻ പലപ്പോഴും ഒറ്റയ്ക്ക് അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ആനക്കൂട്ടം കടന്നു വന്നു കഴിഞ്ഞാൽ അച്ഛനെ ഉപദ്രവിക്കുമെന്നായിരുന്നു അവർ പേടിയത്. അതുകൊണ്ട് അവരെ ഒരു തീരുമാനമെടുത്തു. അച്ഛനോട് പറഞ്ഞതിന് ശേഷം ഈ ആന വരുന്നതിനുള്ള കാരണം എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിച്ച സമയത്ത് ഈ ആനകൾ സഞ്ചരിക്കുന്നതിന് ആനത്താര എന്ന് പറയുന്ന ആനകൾ സഞ്ചരിക്കുന്ന വഴിയുണ്ട്. ആ ആനകൾ വെള്ളം കുടിക്കാനും തീറ്റ തേടാൻ വേണ്ടി പോകുന്ന വഴിയിലാണ് അച്ഛൻ ഈ കുടില് കെട്ടി ഇരിക്കുന്നത്. അപ്പോൾ ആനകൾ സാധാരണഗതിയിൽ നമ്മൾ നാഷണൽ ഹൈവേയിലൊക്കെ പോകുന്ന പോലെ ആനകൾ ഈ ആനത്താര വഴിയാണ് പോകുന്നത്. അപ്പോൾ ആ വഴിയിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ അത് മുഴുവൻ ചവിട്ടി നശിപ്പിച്ച് അതില്ലാതെയാകും. ഇതായിരുന്നു പ്രയാസം അവർ നേരിട്ടുകൊണ്ടിരുന്നത്. എന്തായാലും അവർ ഈ പ്രയാസം മറികടക്കുവാൻ വിശ്വാസത്തിനാൽ ഈ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്ന തിരുവചനം പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അവർ ജപമാല പ്രദർശനം നടത്തുകയും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ തുടർച്ചയായിട്ട് കുറേ നാളുകൾ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലൂടെ പ്രാർത്ഥിക്കുകയും ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതിലൂടെയുള്ള ആനകളുടെ വരവ് നിന്നുപോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്ന എന്ന തിരുവചനം ആനകളുടെ കാര്യത്തിൽ ഒരു യാഥാർത്ഥ്യമായി മാറി. ഇതുപോലെ തന്നെ മറ്റൊരു സാക്ഷ്യം തൃശ്ശൂരിലെ ഗാംഗുർത്ത ധ്യാന കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടറായ ബെന്നി പീറ്റർസൺ പറയുന്നു. അച്ഛൻ ഇറ്റലിയിലേക്ക് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. ആ ശുശ്രൂഷകളൊക്കെ പൂർത്തിയായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കൊച്ചിയിൽ എത്താറായി. ഏകദേശം 20 മിനിറ്റിൻ്റെ ഉള്ളിൽ കൊച്ചി വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റുകൾ നടന്നു. ആ സമയത്ത് വിമാനം ഇപ്പോൾ ഇറങ്ങും എന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് 30,000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന വിമാനം പെട്ടെന്ന് അത് മുകളിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് വീഴുന്ന പോലെ പെട്ടെന്ന് താഴേക്ക് പോയി. ഇപ്പോൾ വിമാനയാത്ര ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് അറിയാം, ഭൂമിയിലോ ഒക്കെ ചുഴികളെക്കുറിച്ച്, വെള്ളത്തിലൊക്കെ ചുഴികളെ, കടൽ ചുഴി അല്ലെങ്കിൽ കാറ്റ് ചുഴിയായിട്ട് വരുന്ന ചുഴലിക്കാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മതി. ആകാശത്തിലും ചുഴികളുണ്ട്, അല്ലെങ്കിൽ എയർ പോക്കറ്റ് എന്ന് പറയും. അച്ഛൻ സഞ്ചരിച്ചിരുന്ന വിമാനം എയർ പോക്കറ്റുകളിൽ പെടുകയും പെട്ടെന്ന് 30,000 അടി ഉയരത്തിൽ നിന്ന് വിമാനം താഴേക്ക് പോരുകയും ചെയ്തു. സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നിരുന്ന ആളുകൾ സീറ്റിൽ നിന്ന് തെറിച്ചു വീഴുകയും പലർക്കും ചെറിയ ചെറിയ പരിക്കുകളൊക്കെ സംഭവിച്ചു. എല്ലാവരും പേടിച്ചു. അങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്ന ജപമാല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്ന തിരുവചനം അനുസ്മരിച്ചുകൊണ്ട് കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കിയ ക്രിസ്തുവിൻ്റെ നാമത്തിൽ
അന്തരീക്ഷ ശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും തന്നോടൊപ്പം യാത്ര ചെയ്യുന്ന മുഴുവൻ യാത്രക്കാരെ, ഏകദേശം 300ഓളം യാത്രക്കാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ മുകളിൽ നിന്ന് വളരെ വേഗത്തിൽ താഴേക്ക് വന്ന വിമാനം ഏകദേശം 3000-ഓളം 30,000 അടിയിൽ നിന്ന് പോകുന്നു. ഏകദേശം ഭൂമിയുടെ നിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലേക്ക് വന്ന വിമാനം പെട്ടെന്ന് ഈ അച്ഛൻ പ്രാർത്ഥന ചൊല്ലുകയും ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് തന്നെ വിമാനം പൈലറ്റിനെ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കുകയും താഴേക്ക് വന്ന അതേ സ്പീഡിൽ തന്നെ വിമാനം മുകളിലേക്ക് പോവുകയും പിന്നീട് കൊച്ചിയിൽ വന്ന് ഒരു സേഫ് ലാൻഡിംഗ് നടത്താൻ സാധിക്കുകയും ചെയ്തു. വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ചില ആളുകളുടെ മൂക്കിൻ്റെ പാലം പൊട്ടുകയും 1-2 പേർക്ക് കൈക്ക് ചെറിയ പരിക്കും കാലിന് പരിക്കും നടുവിന് പരിക്കൊക്കെ സംഭവിച്ചെങ്കിലും ഒരു വലിയ കൂട്ടമരണം ഒഴിവായി. ഞാൻ പറഞ്ഞു വന്നത്, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന തിരുവചനം അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ച സമയത്ത് കാറ്റിനെ നിയന്ത്രിക്കുന്നു, ആനകളെ നിയന്ത്രിക്കുന്നു, മരത്തെ നിയന്ത്രിക്കുന്നു. ഇതെല്ലാം 3 വ്യക്തികളുടെ അനുഭവമാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ മറ്റു പലർക്കും പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ടാകും. എന്തായാലും സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന തിരുവചനം ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു ആത്മീയ അനുഭവമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം മെയ് 24-ാം തീയതി പെന്തക്കോസ്ത തിരുനാളിന് ഒരുങ്ങുന്ന സമയത്ത് ഈ തിരുവചനം നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മിഷണറി പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ ഒരു ഉണർവും ഉത്സാഹവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് കാണുകയും കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രതിത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഓർത്ത് ദൈവമേ, ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ.